ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പവർ ഇലക്ട്രോണിക്സ് പോർഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. IGBT ഹാസ്. IGBT എന്ന് പറയുന്നത് ഒരു പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. IGBT എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ ആണ്. അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി അതിന് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസും അതേപോലെ തന്നെ ലാർജ് ബൈപോളാർ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റിയുമാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇതിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ, ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഒരു എമിറ്റർ ഉണ്ട്, പിന്നെ ഒരു കളക്ടർ ഉണ്ട്. അതേപോലെ തന്നെ ഈ ടെർമിനലിനെ ഇവിടെ അറിയപ്പെടുന്നത് ബേസ് എന്നല്ല ഗേറ്റ് എന്നാണ്. ഓക്കെ, ഇത് ഗേറ്റ്, ഇത് കളക്ടർ, ദെൻ ഇത് എമിറ്റർ. ഓക്കെ ആണല്ലോ. ഇതാണ് ഒരു IGBTയുടെ സർക്യൂട്ട് ഡയഗ്രാം. ഇതിന് 3 ടെർമിനൽസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഗേറ്റ് ഉണ്ട്, അതേപോലെ കളക്ടർ ഉണ്ട്, പിന്നെ എമിറ്ററും ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു മോസ്ഫെറ്റ് സർക്യൂട്ടിന് അനലോഗസ് ആണ്. അവിടുത്തെ ഗേറ്റ്, ഡ്രെയിന്, സോഴ്സ് അതിന് പകരമാണ് ഇവിടെ ഗേറ്റ്, കളക്ടർ, എമിറ്റർ. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. പിന്നെ അതുപോലെ തന്നെ ഗേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഇൻപുട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഈ ഗേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കറണ്ട് മതി ഇതിന്റെ സ്വിച്ചിങ് ആക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വളരെ കുറച്ച് കറണ്ട് ഇൻപുട്ടിൽ മതിയായത് കൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണെന്ന് പറയാൻ കാരണം. അവിടെ വളരെ കുറച്ച് കറണ്ട് മതി ടു കൺട്രോൾ ദ സ്വിച്ചിങ് ആക്ഷൻ. സോ അവിടെ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആയിരിക്കും വരിക. ഓക്കെ ആണല്ലോ. ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആയിരിക്കും, കാരണം അവിടെ എന്ത് മതി? വളരെ കുറച്ച് കറണ്ട് മതി. അതുകൊണ്ടാണ് ഈ ഇൻപുട്ട് ഇമ്പിഡൻസിന്റെ കേസ് എന്ന് പറയുന്നത് ഹൈ ആവുന്നത്. അതുപോലെ തന്നെ ലാർജ് ബൈപോളാർ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ആണ്. ഔട്ട്പുട്ട് സ്റ്റേജ് യൂട്ടിലൈസ്ഡ് ടു ഹാൻഡിൽ ലാർജ് കറണ്ട് എഫിഷ്യന്റ്ലി. അതാണ് ഈ ലാർജ് ബൈപോളാർ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇവിടെ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൻ IGBT ഈസ് ഡ്രിവൺ ബൈ. നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു, IGBT ഡ്രിവൺ ചെയ്യുന്ന എന്തിന്റെ ബേസിലാണ്? അതിന്റെ ഗേറ്റ് വോൾട്ടേജ് ആണ് ഇൻപുട്ട് ആയിട്ട് ഡ്രിവൺ ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ഗേറ്റ് വോൾട്ടേജ് ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിനിമം എമൗണ്ട് ഓഫ് എമിറ്റർ കറണ്ട് ടു പ്ലേസ് ദ UJT ഇൻ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഈസ് നോൺ ആസ്. UJT എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ്. ഇതും ഒരു പവർ ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. ഇവിടെ ഒരു കറണ്ടിന്റെ ഡെഫിനിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. മിനിമം എമൗണ്ട് ഓഫ് എമിറ്റർ കറണ്ട് ടു പ്ലേസ് ദ UJT ഇൻ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. നമ്മുടെ UJTയെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ പ്ലേസ് ചെയ്യാൻ ആവശ്യമുള്ള കറണ്ടിന്റെ പേരാണ് പീക്ക് പോയിന്റ് കറണ്ട്. ഓപ്ഷൻ ബി പീക്ക് പോയിന്റ് കറണ്ട്. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അതാണ് മിനിമം എമൗണ്ട് ഓഫ് എമിറ്റർ കറണ്ട് ടു പ്ലേസ് ദ UJT ഇൻ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിലേക്ക് UJTയെ പ്ലേസ് ചെയ്യാനുള്ള മിനിമം കറണ്ട്. ഓക്കെ ആണല്ലോ. നമുക്ക് മറ്റു ഓപ്ഷനും കൂടെ നോക്കാം. വാലി കറണ്ട് എന്നൊരു കറണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാലി കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതും ഒരു മിനിമം കറണ്ട് ഓഫ് UJT തന്നെയാണ്. വിൽ കണ്ടക്ട് ബിഫോർ സ്വിച്ചിങ് ഓഫ്. ഓക്കെ, മിനിമം എമൗണ്ട് ഓഫ് കറണ്ട് ടു കണ്ടക്ട് ബിഫോർ സ്വിച്ചിങ് ഓഫ് എന്നുള്ളതാണ് വാലി കറണ്ട്. അതേപോലെ സാച്ചുറേഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് എമിറ്റർ കറണ്ട് വെൻ ദ ഡിവൈസ് ഈസ് driven into saturation. Okay, increased emitter current when the device is driven into saturation എന്നുള്ളതാണ് സാച്ചുറേഷൻ കറണ്ടിന്റെ ഡെഫിനിഷൻ. ഇവിടെ നമ്മുടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, പീക്ക് പോയിന്റ് കറണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടിപ്പിക്കൽ വാല്യൂ ഓഫ് ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ ഓഫ് UJT വേരി ഫ്രം. ഒരു UJTയിലെ ഒരു റേഷ്യോയുടെ ടിപ്പിക്കൽ വാല്യൂ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്ത് റേഷ്യോ ആണ്? ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ. ഇവിടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 0.5 to 0.8 ആണ് ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ. ഇവിടെ ഈ ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ റേഷ്യോ ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ. അതായത് നമ്മൾ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ എടുക്കുക, അതിന്റെ കൂടെ റേഷ്യോ ബിറ്റ്വീൻ ഈ ഒരു റെസിസ്റ്റൻസ് ടു ഇന്റർ ബേസ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഇന്റർ ബേസ് റെസിസ്റ്റൻസ്. ഈ ഇന്റർ ബേസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് RB1 ഡിവൈഡഡ് ബൈ RB1 പ്ലസ് RB2. ഓക്കെ,
അപ്പൊ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. നമ്മൾ UJT-യുടെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ UJT-യുടെ സിമ്പൽ എങ്ങനെയാ വരിക? UJT-യുടെ സിമ്പൽ ഇങ്ങനെയാണ്. ഇവിടെ ഒരു എമിറ്റർ ഉണ്ട്. ഓക്കെ, എമിറ്ററിന് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് എമിറ്റർ, ഇതാണ് ബേസ് 2, ഇതാണ് ബേസ് 1. രണ്ട് ബേസുകളുണ്ട്. അപ്പോൾ ഈ ഇന്റർ സ്റ്റാൻഡ് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ ആണ് മുകളിൽ വരേണ്ടത്, ഡിവൈഡഡ് ബൈ ഇന്റർ ബേസ് റെസിസ്റ്റൻസ് ആണ്. ഇന്റർ ബേസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ബേസിനിടയിലുള്ള റെസിസ്റ്റൻസ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് RB1 ഡിവൈഡഡ് ബൈ RB1 പ്ലസ് RB2. ഓക്കെ ആണല്ലോ. അപ്പോ ഈ രണ്ട് റെസിസ്റ്റൻസിന് ഇത് തമ്മിലുള്ള റെസിസ്റ്റൻസ് ഇന്റർ ബേസ് റെസിസ്റ്റൻസും അതേപോലെ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ തമ്മിലുള്ള റേഷ്യോ ആണ് ഇന്റർ സ്റ്റാൻഡ് ഓഫ് റേഷ്യോ. അതിനൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ട്. അതിന്റെ വാല്യൂ ആണ്, അതായത് ഒരു റേഞ്ച് ഓഫ് വാല്യൂ ഉണ്ട്. 0.5 to 0.8 വരെയാണ് അതിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. സോ ഇവിടെ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻസുലേറ്റിംഗ് ലെയർ ഓഫ് മോസ്ഫെറ്റ്. മോസ്ഫെറ്റിന്റെ ഇൻസുലേറ്റിംഗ് ലെയർ എന്ന് പറയുന്നത് എപ്പോഴും സിലിക്കൺ ഡയോക്സൈഡ് ആയിരിക്കും. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അതായത് ഈ സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ മോസ്ഫെറ്റിന്റെ ഗേറ്റ് ടെർമിനലിനും സെമി കണ്ടക്ടർ ചാനലിനും ഇടയിലായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുക. അപ്പോൾ ഗേറ്റിനും ഏതാണ് മോസ്ഫെറ്റിന്റെ ഗേറ്റിനും സെമി കണ്ടക്ടർ ചാനലിനും ഇടയിലായിരിക്കും നമ്മുടെ ഈ ഒരു ഇൻസുലേറ്റിംഗ് ലെയർ ആയിട്ടുള്ള സിലിക്കൺ ഡയോക്സൈഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ഇതൊരു ഡൈ ഇലക്ട്രിക് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യും. ഓക്കെ, ഡൈ ഇലക്ട്രിക് ആയിട്ട് ആക്ട് ചെയ്യും. കറണ്ട് ഗേറ്റിനും ചാനലിനും ഇടയ്ക്ക് ഡയറക്ട്ലി ഫ്ലോ ചെയ്യുന്നതിനെ ഈ ഒരു സിലിക്കൺ ഡയോക്സൈഡ് ലെയർ തടയും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിലിക്കൺ ഡയോക്സൈഡ് ഒരു ഇൻസുലേറ്റിംഗ് ലെയർ ആയിട്ട് മോസ്ഫെറ്റിൽ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ജെഫെറ്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നോക്കുക, ദ വോൾട്ടേജ് അറ്റ് ദ ഗേറ്റ് കൺട്രോൾ ദ മെയിൻ കറണ്ട്. ഗേറ്റിലെ വോൾട്ടേജ് ആണ് മെയിൻ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം നമ്മുടെ ജെഫെറ്റിനകത്ത് ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ആണ് ജെഫെറ്റ്. അതിൽ നമ്മൾ ഗേറ്റിൽ എത്രത്തോളം വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു അതാണ് നമ്മുടെ ട്രെയിനിന്റെയും സോഴ്സിന്റെയും ഇടയിലുള്ള മെയിൻ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഒരു ജെഫെറ്റിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഒരു ജെഫെറ്റ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക? ഒരു ഗേറ്റ് ടെർമിനൽ ഉണ്ടാവും, ഇവിടെ ഒരു ഡ്രെയിൻ ഉണ്ടാവും, ഇവിടെ ഒരു സോഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന പോലെ എന്താണ്, ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിൽ ഈ ഗേറ്റിൽ നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ആ വോൾട്ടേജ് ആയിരിക്കും നമ്മുടെ ഡ്രെയിനിന്റെയും സോഴ്സിന്റെയും ഇടയിലുള്ള ഒരു കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ദ ബയാസിംഗ് ഓഫ് ജെഫെറ്റിന്റെ ബയാസിംഗിൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ ഗേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിവേഴ്സ് ബയാസിൽ കീപ്പ് ചെയ്താൽ മാത്രമേ പ്രോപ്പർ ബയാസിന് നടക്കുള്ളൂ. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഗേറ്റ് സോഴ്സ് ജംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കണം? ഗേറ്റ് സോഴ്സ് ജംഗ്ഷൻ എപ്പോഴും റിവേഴ്സ് ബയാസിലായിരിക്കണം. ഇതിന്റെ ബേസിലാണ് നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ മോഡുലേറ്റ് ചെയ്തുകൊണ്ട് ചാനലിന്റെ കണ്ടക്ടിവിറ്റി അവിടെ കൺട്രോളിങ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഗേറ്റിലെ വോൾട്ടേജ് ആണ് നമ്മുടെ ഡ്രെയിൻ ടു സോഴ്സ് കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോ എന്താണ്, അതുകൊണ്ടാണ് ഇതിനെ എന്തറിയപ്പെടുന്നത്? വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് ഡിവൈസ് എന്ന് അറിയപ്പെടുന്നത്. ആ ഗേറ്റിലെ വോൾട്ടേജ് ആണ് സോഴ്സ് ടു ട്രെയിനിന്റെ കറണ്ട് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഗേറ്റ് ടു സോഴ്സ് എപ്പോഴും റിവേഴ്സ് ബയാസിലായാൽ മാത്രമേ നമ്മുടെ ചാനലിന്റെ ഇതിന്റെ ബേസിൽ ഉണ്ടാവുന്ന ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്, അതിന്റെ മോഡുലേഷൻ കൺട്രോൾ ചെയ്തുകൊണ്ട് ചാനലിന്റെ കണ്ടക്ടിവിറ്റിയെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. ഫോർവേഡ് ബയാസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗേറ്റ് ഫോർവേഡ് ബയാസ് ആവുകയാണെന്നുണ്ടെങ്കിൽ എക്സസീവ് ഗേറ്റ് കറണ്ട് ഉണ്ടായിട്ട് നമ്മുടെ ജെഫെറ്റ് ഡാമേജ് ആവും. അതുകൊണ്ട് ഇത് പോസിബിൾ അല്ല. എപ്പോഴും ജെഫെറ്റിന്റെ ഗേറ്റ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആയിരിക്കണം. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം ഡ്രെയിൻ കറണ്ട് ID ഓഫ് BFW10 ജെഫെറ്റിന്റെ ഒരു ടൈപ്പാണ് BFW10. ഇതിന്റെ മാക്സിമം ഡ്രെയിൻ കറണ്ട് വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അത് ഓർത്ത് വെച്ചേക്കുക. 20 മില്ലി ആംപിയർ ആണ് ഇവിടെ എന്താണ് മാക്സിമം ഡ്രെയിൻ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറണ്ട് ത്രൂ ദ SCR ക്യാൻ ബി ടേൺഡ് ഓഫ്. നമ്മുടെ SCRൽ കൂടെയുള്ള കറണ്ട് ടേൺ ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് ഒരേ ഒരു മെത്തേഡേ ഉള്ളൂ. അതിന്റെ ഹോൾഡിംഗ് കറണ്ടിനേക്കാൾ ലോ ആക്കുക എന്നുള്ളത്.
ഓൺലി ബൈ റെഡ്യൂസിങ് ദ ലോഡ് കറണ്ട് ബിലോ ഹോൾഡിംഗ് കറണ്ട്. അതായത് ലോഡ് കറണ്ടിനെ ഹോൾഡിംഗ് കറണ്ടിനേക്കാൾ കുറയ്ക്കുക. അതിന് നമ്മൾ പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ടേൺ ഓഫ് മെത്തേഡ്സ് ഓഫ് SCR എന്നറിയപ്പെടുന്നത്. ആ ടേൺ ഓഫ് മെത്തേഡ്സ് എന്ന് പറയുന്നത് തന്നെ പല ടൈപ്പ് ഉണ്ട്. ടേൺ ഓഫ് മെത്തേഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലോഡ് കറണ്ടിനെ ഹോൾഡിംഗ് കറണ്ടിനേക്കാൾ ചെറുതാക്കുക എന്നുള്ളതാണ്. അതിന്റെ ഒരു മെത്തേഡാണ് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ, അതേപോലെ തന്നെ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ. ഓക്കെ ആണല്ലോ. നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ SCR AC സർക്യൂട്ടിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്നു. അതായത് AC യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ വരുന്നത്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നാച്ചുറലി പാസസ് ത്രൂ എ 0 പോയിന്റ് ആൻഡ് ഈച്ച് സൈക്കിൾ. ഓരോ സൈക്കിൾ കഴിയുമ്പോഴും ഇതൊരു 0 പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ആ 0 പോയിന്റിൽ നമ്മുടെ SCR ഓഫ് ആവും. ഓക്കെ, അതാണ് നാച്ചുറലി കമ്മ്യൂട്ടേഷൻ നടത്തുന്നു എന്ന് പറയുന്നത്. റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈഡ് ബൈ ദ AC സപ്ലൈ ഡ്യൂറിംഗ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓൾസോ ഹെൽപ്പ് ഇൻ ടേൺ ഓഫ് ദ SCR. അതായത് റിവേഴ്സ് വോൾട്ടേജ് നമ്മുടെ AC സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യുന്നതും നമ്മുടെ SCR ടേൺ ഓഫ് ആക്കാനായിട്ട് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അതാണ് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ. ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ DC സർക്യൂട്ടിൽ, AC സർക്യൂട്ട്സിലാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ AC സർക്യൂട്ടിൽ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ DC സർക്യൂട്ട്സിലാണ് യൂസ് ചെയ്യുന്നത്. അത് തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, ക്ലാസ് D, അതുപോലെ തന്നെ ക്ലാസ് E. ക്ലാസ് A എന്ന് പറയുന്നത് നമ്മുടെ റെസൊണന്റ് കമ്മ്യൂട്ടേഷൻ ആണ്. ക്ലാസ് B എന്ന് പറയുന്നത് സെൽഫ് കമ്മ്യൂട്ടേഷൻ ആണ്. ക്ലാസ് C എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി കമ്മ്യൂട്ടേഷൻ ആണ്. ക്ലാസ് D എന്ന് പറയുന്നത് ഓക്സിലിയറി കമ്മ്യൂട്ടേഷൻ ആണ്. ക്ലാസ് E എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പൾസ് കമ്മ്യൂട്ടേഷൻ ആണ്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷന്റെ ടൈപ്പ് ഇത്രയാന്ന് മാത്രം ഓർത്ത് വെച്ചേക്കാം. നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ AC സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന, നാച്ചുറലി അവിടെ എന്ത് ചെയ്യുന്നു, SCRനെ ടേൺ ഓഫ് ചെയ്യാനുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നു. ഇവിടെ എന്താണ്, SCRനെ ടേൺ ഓഫ് ചെയ്യുന്നത് എങ്ങനെയെന്നാ ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെയായിരിക്കും, ലോഡ് കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഹോൾഡിംഗ് കറണ്ടിനേക്കാൾ ബിലോ ആക്കി കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ SCR എന്താവുള്ളൂ, ടേൺ ഓഫ് ആവുള്ളൂ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെർമിനൽസ് ഓഫ് ട്രയാക്കിന്റെ ടെർമിനൽസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ. ട്രയാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2 ടെർമിനൽസും അതേപോലെ ഒരു ഗേറ്റും ഉള്ളതാണ്. നമുക്ക് ട്രയാക്കിന്റെ സിമ്പൽ ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇങ്ങനെയാണ് ട്രയാക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓർത്തു വെച്ചേക്കാം. ട്രയാക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ട്രയോഡ് ഫോർ AC എന്നാണ് ട്രയാക്ക് അറിയപ്പെടുന്നത്. എന്നിട്ട് ഇവിടെ എന്തുണ്ട്, ഒരു ഗേറ്റ് ഉണ്ട്. ഇത് ഗേറ്റ് ആണ്. ഇത് മെയിൻ ടെർമിനൽ 1, ഇത് മെയിൻ ടെർമിനൽ 2. സോ ഓപ്ഷൻ C ആണ് ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടെർമിനൽ ആണ് ട്രയാക്കിന്റെ കറണ്ട് കണ്ടക്ഷൻ പോസിബിൾ ആക്കുന്നത്. അത് മാത്രമല്ല, ഈ 2 ടെർമിനലും നമ്മളെ കറണ്ട് കണ്ടക്ഷൻ ഡയാക്കിൽ 2 സൈഡിലേക്കും പോസിബിൾ ആക്കുന്നു. 2 സൈഡിലേക്കും പോസിബിൾ ആക്കുന്നത് കൊണ്ട് തന്നെ എന്ത് പറയാം, മേക്കിംഗ് ഇറ്റ് ആസ് ബൈ ഡയറക്ഷണൽ ഡിവൈസ്. ഇതൊരു ബൈ ഡയറക്ഷണൽ ഡിവൈസ് ആണ്. ഈ 2 ടെർമിനലും ഇങ്ങോട്ടും കറണ്ടിന്റെ ഡയറക്ഷൻ പോസിബിൾ ആണ്, ഇങ്ങോട്ടും പോസിബിൾ ആണ്. അത് സാധ്യമാക്കുന്നത് ഈ 2 മെയിൻ ടെർമിനൽസ് ആണ്. പിന്നെ കൺട്രോളിങ്ങിനായിട്ട് അവിടെ ഒരു ഗേറ്റും ഉണ്ട്. സോ ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ട്രയാക്ക്? ട്രയാക്കിന് ഒരു എക്സാമ്പിൾ ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നതിൽ BT136 ആണ് ഒരു ട്രയാക്ക് എന്ന് പറയുന്നത്. BT136. സോ ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡയാക്ക് ആക്ട് ഇൻ എ സിമിലർ മാനർ ടു. ഡയാക്ക് എന്ന് പറയുന്നത് 2 ഡയോഡ്സ് റിവേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നതിന് ഇക്വലന്റ് ആണ് ഡയാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഡയാക്ക് എന്ന് പറയുന്നത് ഒരു ബൈ ഡയറക്ഷണൽ സെമി കണ്ടക്ടർ സ്വിച്ച് ആണ്. ദാറ്റ് കണ്ടക്ട് കറണ്ട് ഓൺലി ആഫ്റ്റർ ദ വോൾട്ടേജ് അക്രോസ് ഇറ്റ് റീച്ചസ് certain threshold വോൾട്ടേജ്. ഒരു ത്രഷോൾഡ് വോൾട്ടേജ് അറ്റൈൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ കണ്ടക്ഷൻ പോസിബിൾ ആവുന്നുള്ളൂ. മാത്രമല്ല, ഇതെന്താണ്, ഒരു ബൈ ഡയറക്ഷണൽ ഡിവൈസ് തന്നെയാണ്. ഡയാക്ക് എന്ന് പറയുന്നത് 2 ഡയോഡ് ആന്റി പാരലൽ, റിവേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നതിന് ഇക്വലന്റ് ആണ്. ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ. നമ്മൾ സിമ്പൽ നോക്കുവാണെങ്കിൽ നമ്മുടെ കുറച്ച് മുമ്പ്, തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ട്രയാക്ക് കണ്ടല്ലോ. ആ ട്രയാക്കുമായിട്ട് ഇവിടെ ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ ഒരു ഗേറ്റ് ടെർമിനൽ ഇല്ല ഡയാക്കിൽ. ഓക്കെ, ഇവിടെ ടെർമിനൽ 1 MT1 വരും, ഇവിടെ ടെർമിനൽ 2 MT2 വരും. ഇതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ സർക്യൂട്ട് ഡയഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും 2 ഡയോഡ് ഇതുപോലെ റിവേഴ്സ് പാരലൽ അഥവാ ആന്റി പാരലായിട്ട് വെച്ചിട്ടുണ്ടാവും. ഇതാണ് MT1, ഇതാണ് MT2.
ഓക്കെ ആണല്ലോ. മാത്രമല്ല ഇതൊരു ബൈ ഡയറക്ഷൻ, നമുക്ക് നോക്കിയാൽ അറിയാലോ, രണ്ട് ഡയറക്ഷനിലേക്കും കറണ്ട് കണ്ടക്ഷൻ ഇവിടെയും പോസിബിൾ ആണ്. പക്ഷെ ഇവിടെ ഒരു ഗേറ്റ് ടെർമിനൽ ഇല്ല, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ട്രയാക്കിൽ ഡയാക്കിന്റെ കൂടെ ഒരു ഗേറ്റ് ടെർമിനലും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ട്രയാക്ക് ആയി മാറും. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 2 ഡയോഡ് കണക്റ്റഡ് ഇൻ റിവേഴ്സ് പാരലൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റേഷ്യോ ബിറ്റ്വീൻ മിനിമം ഫ്യൂസിംഗ് കറണ്ട് ആൻഡ് കറണ്ട് റേറ്റിംഗ് ഈസ് ടേംഡ് ആസ്. മിനിമം ഫ്യൂസിംഗ് കറണ്ടിനും കറണ്ട് റേറ്റിംഗിനും തമ്മിലുള്ള റേഷ്യോ പറയുന്ന പേരാണ് ഫ്യൂസിംഗ് ഫാക്ടർ അഥവാ ഓപ്ഷൻ സി. ഇതാണ് മിനിമം കറണ്ട് ദാറ്റ് വിൽ കോസ് ദ ഫ്യൂസ് ടു ബ്ലോ, അങ്ങനെയും പറയാം. ദാറ്റ് വിൽ കോസ് മിനിമം കറണ്ട് കോസ് ദ ഫ്യൂസ് ടു ബ്ലോ ഡിവൈഡഡ് ബൈ എന്തെന്ന് പറയാം, റേറ്റഡ് കറണ്ട് ഓഫ് ദ ഫ്യൂസ്. അങ്ങനെ നമുക്ക് ഡെഫിനിഷൻ പറയാം. പിന്നെ എന്ത് പറയാം, മിനിമം ഫ്യൂസിംഗ് കറണ്ട് ആൻഡ് കറണ്ട് റേറ്റിംഗ് എന്നും പറയാം. ഓക്കെ, ഇതാണ് കറണ്ട് റേറ്റിംഗ്. ഡിനോമിനേറ്റർ കറണ്ട് റേറ്റിംഗും ന്യൂമറേറ്റർ എന്താണ്, മിനിമം ഫ്യൂസിംഗ് കറണ്ട്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, മിനിമം കറണ്ട് കോസ് ദ ഫ്യൂസ് ടു ബ്ലോ ഡിവൈഡഡ് ബൈ റേറ്റഡ് കറണ്ട് ഓഫ് ദ ഫ്യൂസ്. അതാണ് ഫ്യൂസിംഗ് ഫാക്ടർ. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് മെറ്റീരിയൽ ഫോർ എ ഹീറ്റ് സിങ്ക്. നമ്മുടെ ഹീറ്റ് സിങ്കിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമ്മുടെ അലൂമിനിയം. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. അലൂമിനിയം നമ്മുടെ ഹീറ്റ് സിങ്കിന് ഏറ്റവും ആപ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിന് ചില സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. എക്സലന്റ് തേർമൽ കണ്ടക്ടിവിറ്റി ആണ്, അതേപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെന്താണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, അതേപോലെ തന്നെ ഈസി ഓഫ് മാനുഫാക്ചറിങ് ആണ്. നമുക്ക് മാനുഫാക്ചർ ചെയ്ത് എടുക്കാൻ ഈസിനെസ് ഉണ്ട്. അതുകൊണ്ടാണ് എന്ത്, അലൂമിനിയം എന്ന് പറയുന്നത് ഹീറ്റ് സിങ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പാക്കേജ് ടൈപ്പ് ഓഫ് JFET BFW10? JFET BFWയുടെ പാക്കേജ് ടൈപ്പ് എന്ന് പറയുന്നത് TO72 ആണ്. ഇത് ഓർത്ത് വെച്ചേക്കുക, ഇത് നമ്മുടെ ഡേറ്റാ ഷീറ്റിൽ കിട്ടുന്ന കാര്യമാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. എന്താണ്, JFET BFW10 എന്ന് പറയുന്നതിന്റെ പാക്കേജ് ടൈപ്പ് T072 എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ കണ്ടിരുന്നു JFET, ഇന്ന് ചെയ്ത ഇതേ വീഡിയോയിൽ തന്നെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടിരുന്നു JFET BFW10യുടെ മാക്സിമം കറണ്ട് റേറ്റ് അഥവാ ID എന്ന് പറയുന്നത് എത്രയാന്ന് ചോദിച്ചിരുന്നു. 20 മില്ലി ആംപിയർ ആണ്. അപ്പൊ ഇത് രണ്ടും റിലേറ്റ് ചെയ്ത് പഠിക്കുക. JFET BFW10ന്റെ പാക്കേജ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ TO72 ആണ്. അതേപോലെ തന്നെ അതിന്റെ കറണ്ട് റേറ്റിംഗ് ID എന്ന് പറയുന്നത് 20 മില്ലി ആംപിയർ ആണ്. അപ്പൊ ഈ JFET BFW10 എന്ന് പറയുന്നത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ രണ്ട് സ്പെഷ്യാലിറ്റി ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്, പാക്കേജ് ടൈപ്പും ചോദിച്ചിട്ടുണ്ട്, ഇതിന്റെ കറണ്ട് റേറ്റിംഗും ചോദിച്ചിട്ടുണ്ട്. രണ്ടും ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ടെർമിനൽസ് ഓഫ് IGBT? IGBTയുടെ ടെർമിനൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു എന്തൊക്കെയാണ്, എമിറ്റർ, കളക്ടർ, ഗേറ്റ്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇങ്ങനെ ഇവിടെ ഒരു എന്തുണ്ടാവും, കളക്ടർ ഉണ്ടാവും, അതേപോലെ തന്നെ ഇവിടെ ഒരു എമിറ്റർ ഉണ്ടാവും, പിന്നെ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടാവും. സോ 3 ടെർമിനലാണുള്ളത്, എമിറ്റർ, കളക്ടർ, ഗേറ്റ്. ഇത് മോസ്ഫെറ്റിന്റെ ഡ്രെയിൻ, ഗേറ്റ്, സോഴ്സിന് അനലോഗസ് ആണ്. ഓക്കെ, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രയാക്ക് ഈസ് വെരി സിമിലർ ടു ദാറ്റ് ഓഫ് ദ 2 SCR കണക്റ്റഡ് ഇൻ. ട്രയാക്ക് എന്ന് പറയുന്നത് ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. നമ്മൾ പഠിച്ചിരുന്നു 2 ടെർമിനൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഗേറ്റ് ഉണ്ട്. അത് മാത്രമല്ല 2 SCR എങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് ഒരു ട്രയാക്കായി മാറുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ സി ആണ്. റിവേഴ്സ് പാരലൽ ആയിട്ട് നമ്മുടെ 2 SCR കണക്ട് ചെയ്യുമ്പോൾ അതൊരു ട്രയാക്കായിട്ട് മാറും. അതെങ്ങനെയാണ് വരിക, നമ്മുടെ ട്രയാക്കിന്റെ ഒരു ഡയഗ്രാം നോക്കുകയാണെങ്കിൽ, സിമ്പൽ നോക്കുകയാണെങ്കിൽ, ട്രയാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. 2 ടെർമിനൽസ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഇതാണ് MT1, ഇത് MT2, അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ഒരു ഗേറ്റ് ഉണ്ട്. ഓക്കെ ആണല്ലോ. അതുപോലെ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു SCR ഇവിടെ കണക്ട് ചെയ്തേക്കുന്നു.
ആന്റി പാരലായിട്ട് വേറൊരു SCR. അപ്പൊ SCRന് എന്തുണ്ട്? ഗേറ്റ് ടെർമിനൽ ഉണ്ട്. ആ ഗേറ്റും അതേപോലെ ഈ SCRനും ഗേറ്റ് ടെർമിനൽ ഉണ്ട്. ഈ രണ്ട് ഗേറ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ഈ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ട്രയാക്കിന്റെ ഗേറ്റ് ആക്കി എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത ലീഡ് കൊടുക്കുമ്പോൾ എന്താവും? ഇത് MT1, ഇത് MT2. ഓക്കെ ആണല്ലോ. MT1ഉം MT2ഉം രണ്ട് SCR ആന്റി പാരലൽ അഥവാ റിവേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. സോ ഇവിടെ ഓപ്ഷൻ C is the right answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The output characteristics of FET are similar to that of dash valve. അതായത് ഒരു വാൽവിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനോട് സിമിലർ ആണ് നമ്മുടെ FETയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. ആ വാൽവാണ് പെന്റോഡ് വാൽവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതായത് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ക്യാര എന്ന് പറയുന്നത് ഒരു വാൽവുമായിട്ട് സിമിലർ ആണ്. ആ വാൽവിന്റെ പേര് ഓർത്തു വെച്ചേക്കുക, പെന്റോഡ് വാൽവ്. ഇതിനൊരു സിമിലർ ബിഹേവിയർ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൺട്രോളിങ് കറണ്ട് ഫ്ലോ കാരണമാണ്. എന്ത് കാരണമാണ്? കൺട്രോളിങ് കറണ്ട് ഫ്ലോ. കൺട്രോളിങ് കറണ്ട് ഫ്ലോ കാരണമാണ് ഈ ഒരു സിമിലാരിറ്റി വന്നിരിക്കുന്നത്. സോ ഇവിടെ ഓപ്ഷൻ C പെന്റോഡ് വാൽവ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. SCR ഈസ് ആൻ അക്രോണിം ഫോർ. SCRന്റെ ഫുൾ ഫോം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ആണ്. സിലിക്കൺ കൺട്രോൾഡ് റെസിസ്റ്റർ അല്ല, സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. സോ ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഡയാക്ക് ഹാസ് ഡാഷ് ടെർമിനൽ. നമ്മൾ പറഞ്ഞു ഡയാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ട്രയാക്കിന് സിമിലർ ആണ്, പക്ഷെ അവിടെ എന്തിന്റെ പ്രസൻസ് ഇല്ല? ഗേറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ടെർമിനൽ MT1, നെക്സ്റ്റ് ടെർമിനൽ MT2, അങ്ങനെ രണ്ട് ടെർമിനലുള്ള ഡിവൈസ് ആണ്. ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ. ഡയാക്ക്. ട്രയാക്ക് ആണെങ്കിൽ എന്തായിരുന്നേനെ? 3 ടെർമിനൽ ഡിവൈസ് ആണ്. അവിടെ ഒരു ഗേറ്റ് കൂടെ വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A UJT is switched on when input voltage become equal to. ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. പീക്ക് പോയിന്റ് വോൾട്ടേജിൽ ഇൻപുട്ട് വോൾട്ടേജ് എത്തുമ്പോഴാണ് നമ്മുടെ UJT എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്? സ്വിച്ച് ഓൺ ചെയ്യുന്നത്. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ UJTയിലെ എമിറ്റർ വോൾട്ടേജ് ആണ്. VE എന്ന് പറയുന്നത് റീച്ചസ് VP. P എന്ന് പറഞ്ഞാൽ എന്താണ്? പീക്ക് പോയിന്റ് വോൾട്ടേജ്. അപ്പോൾ VE എന്ന് പറയുന്നത് VP ആയി മാറുമ്പോഴാണ് നമ്മുടെ UJT കണ്ടക്ഷൻ പോസിബിൾ ആക്കുന്നത്. ഓക്കെ, വൺസ് ദ എമിറ്റർ വോൾട്ടേജ് എക്സീഡ് VP, ദ UJT ഈസ് എവിടെയാണ് എൻ്റർ ചെയ്യുന്നത്? നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ എൻ്റർ ചെയ്തതിന് ശേഷം എഫക്റ്റീവ്ലി സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. അതാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ്. എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് പീക്ക് പോയിന്റ് വോൾട്ടേജിൽ എത്തുമ്പോൾ കണ്ടക്ഷൻ പോസിബിൾ ആവുകയാണ്. സോ ഇവിടെ ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഇൻസുലേഷൻ മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഇൻ മോസ്ഫെറ്റ്? ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കണ്ടു. സിലിക്കൺ ഡയോക്സൈഡ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ. സിലിക്കൺ ഡയോക്സൈഡ് ആണ് നമ്മുടെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് എവിടെ യൂസ് ചെയ്യുന്നത്? മോസ്ഫെറ്റിൽ യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. Signing off your study partner, click focus on what really matters.